ഇന്ത്യയിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് MBBS ചെയ്യാൻ പറ്റും. പക്ഷേ നീറ്റിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഗവൺമെൻറ് സീറ്റ്സിലോട്ട് അഡ്മിഷൻ കിട്ടുള്ളൂ. സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ ഹൈ ഫീസ് സ്ട്രക്ചർ ആണുള്ളത്. സോ ഇത് അഫോർഡബിൾ അല്ലാത്ത കുട്ടികളാണ് മോസ്റ്റ്ലി എബ്രോഡ് ചൂസ് ചെയ്യുന്നത്. സോ എബ്രോഡ് കൺട്രീസിലാണെങ്കിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു 14 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്നിട്ട് സ്റ്റുഡൻസിനെ പുറത്തോട്ട് വിദേശ രാജ്യങ്ങളിലോട്ട് പഠിക്കാൻ അയക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ നമ്മളെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ നമ്മൾ വിട്ട കുട്ടികളാണ്. ഇപ്പം 2024 മുന്നേ ആയിട്ട് നമ്മൾ വിട്ട ഒരുപാട് സ്റ്റുഡൻസിന്റെ റെഫറൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ടെസ്റ്റിമോണിയൽസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ട്രസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സേഫ് ആയിട്ടുള്ള കൺട്രീസിൽ തന്നെയാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത്. നമ്മളെല്ലാം വിസിറ്റ് ചെയ്യുന്ന കൺട്രികളിൽ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത്. നമ്മൾ അഡ്മിഷൻ ചെയ്ത് അന്ന് മുതൽ കുട്ടി 6 വർഷം ഈ കുട്ടി പഠിച്ചിറങ്ങുന്നത് എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. ഇന്ത്യയിൽ മെഡിക്കലിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന NMC എന്ന് പറഞ്ഞൊരു ബോഡിയാണ്. സോ NMCയുടെ കുറച്ച് റൂൾസ് ഉണ്ട്. അത് അംഗീകരിച്ച കോളേജുകളിൽ മാത്രമാണ് ഈ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിട്ട് പഠിപ്പിക്കുന്നത്. സോ NMCയുടെ റൂൾസ് അംഗീകരിച്ച് കോളേജസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് അങ്ങനത്തെ കൺട്രീസ് സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വാലിഡ് ആണ്. തജിക്കിസ്ഥാൻ എന്നൊരു കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരും 2 മണിക്കൂർ, അതായത് ഡൽഹിയിൽ നിന്ന് വരും 2 മണിക്കൂർ മാത്രം ട്രാവലിംഗ് വരുന്ന ഒരു കൺട്രിയാണ്. അതെ അതെ, ഇന്ത്യയുടെ ടൈമുമായിട്ട് ഒരു ഹാഫ് ആൻ അവർ മാത്രമേ അവിടെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള, വളരെ സ്നേഹനിധികളായിട്ടുള്ള ആൾക്കാരുള്ള ഒരു കൺട്രിയാണ്. അതെ, തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. കാണുമ്പോൾ അതൊരു യൂറോപ്യൻ സ്റ്റൈലായിട്ടാണ് നമുക്ക് ആ കൺട്രി തോന്നുന്നത്. ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേറ്റ് ഹോസ്റ്റലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോസ്റ്റലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ സ്റ്റീം ബാത്ത് വരെയുണ്ട് ഹോസ്റ്റലിലൊക്കെ. അതുപോലെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള കിച്ചൺ, ക്യാൻറ്റീൻസ് ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. ഇന്ത്യൻ മെസ്സ് അവൈലബിൾ ആണ്. സോ ഇവർക്ക് പേ ചെയ്തിട്ട് മെസ്സിൽ നിന്ന് 6 മന്ത് കൂടുമ്പോൾ പേ ചെയ്തിട്ട് ഇവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. നമസ്കാരം റുസ്മിന. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഏറ്റവും കൂടുതൽ MBBS കോളേജുകളിൽ സീറ്റുകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് മെഡാക്ക്. മെഡാക്കിൻ്റെ കോ ഫൗണ്ടറുള്ള ഒരാളാണ് റുസ്മിന. വളരെയധികം സന്തോഷമുണ്ട് റുസ്മിന, കാരണം ഒരു വുമൺ ഓൺട്രപ്രണർ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് വുമൺ ഓൺട്രപ്രണേഴ്സിനെ ഇങ്ങനെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സർവീസുകളെ കുറിച്ചൊക്കെ ചോദിച്ചറിയുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഇന്ന് റുസ്മിനയുടെ അടുത്തിരിക്കുന്നതും ഒരു MBBS എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇന്ത്യക്ക് അകത്ത് MBBS ചെയ്യുക, ഇന്ത്യക്ക് പുറത്ത് MBBS ചെയ്യുക, ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ളൊരു താരതമ്യപ്പെടുത്തുവാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്? ഇന്ത്യയിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് MBBS ചെയ്യാൻ പറ്റും. പക്ഷേ നീറ്റിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഗവൺമെൻറ് സീറ്റ്സിലോട്ട് അഡ്മിഷൻ കിട്ടുള്ളൂ. അതിന് പുറമെയുള്ള കുട്ടികൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ ചൂസ് ചെയ്യണം. പക്ഷേ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ ഹൈ ഫീസ് സ്ട്രക്ചർ ആണുള്ളത്. സോ ഇത് അഫോർഡബിൾ അല്ലാത്ത കുട്ടികളാണ് മോസ്റ്റ്ലി എബ്രോഡ് ചൂസ് ചെയ്യുന്നത്. സോ എബ്രോഡ് കൺട്രീസിലാണെങ്കിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പേരന്റിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് അകത്താണ് പഠിക്കുന്നതെങ്കിൽ അത്ര വലിയ ടെൻഷനുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു കുട്ടി പോകുമ്പോൾ പേരൻസിനെ സംബന്ധിച്ച് വളരെയധികം ടെൻഷനാണ്. കാരണം ഇവർക്ക് കുട്ടികളെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ കാണാൻ പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളെ സംബന്ധിച്ചതും +2 കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പോവുകയാണ്. കുട്ടികൾ ഒരു 18 വയസ്സിൽ വേറൊരു രാജ്യത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു പോകുന്ന കുട്ടികളെ എത്രത്തോളം സേഫ്റ്റിയിലാണ് മെഡാക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് പുറത്തെത്തിക്കുന്നതും അവരുടെ ആ കോഴ്സ് കഴിയുന്നതോടെ വരെ കൂടെ നിൽക്കുന്നതും? വളരെ സേഫ് ആയിട്ടുള്ള കൺട്രീസിൽ തന്നെയാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത്. നമ്മളെല്ലാം വിസിറ്റ് ചെയ്യുന്ന കൺട്രികളിൽ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത്. സോ ഈ കൺട്രീസൊക്കെ തന്നെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരുള്ള കൺട്രീസാണ്. സോ നമ്മൾ അഡ്മിഷൻ ചെയ്ത് അന്ന് മുതൽ കുട്ടി 6 വർഷം ഈ കുട്ടി പഠിച്ചിറങ്ങുന്നത് എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. ഇത് കൂടാതെ തന്നെ അടുത്തൊരു ഡൗട്ടാണ് പേരൻസിൻ്റെ എന്നല്ല, നമ്മുടെ നാട്ടിൽ പുറത്തിട്ട് വരുന്നൊരു കുട്ടിയുടെ അടുത്ത് കൺസൾട്ടിങ്ങിന് പോകാൻ പോലും ചിലപ്പോൾ ചില പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പഠിക്കുന്നത് പോലെയല്ല, പുറത്ത് പഠിച്ചിട്ട് വരുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ, അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ അത്ര വാല്യൂ ഇല്ല എന്നുള്ളൊരു ടോക്ക് നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം നേടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ശരിക്കും അങ്ങനൊരു മിഥ്യാധാരണയാണോ അത്? അതൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി ഇന്ത്യയിൽ മെഡിക്കലിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന NMC എന്ന് പറഞ്ഞൊരു ബോഡിയാണ്. സോ NMCയുടെ കുറച്ച് റൂൾസ് ഉണ്ട്. അത് അംഗീകരിച്ച കോളേജുകളിൽ മാത്രമാണ് ഈ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിട്ട് പഠിപ്പിക്കുന്നത്. സോ NMCയുടെ റൂൾസ്
ബോർഡ്സ് അംഗീകരിച്ച കോളേജസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് അങ്ങനത്തെ കൺട്രീസ് സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വാലിഡ് ആണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മൾ ഇപ്പം ഒരുപാട് രാജ്യങ്ങളിൽ MBBS കോളേജുകളുണ്ട്, MBBS സീറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയായിരിക്കും? നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അതുപോലെ റഷ്യ, ജോർജിയ അങ്ങനത്തെ കൺട്രികളൊക്കെയാണ്. ഞാനിപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. തജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കൺട്രിയാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നതെങ്കിൽ ആ ഒരു കൺട്രിയിലേക്ക് കേരളത്തിലെ കുട്ടികളെ വിടാനായിട്ട് ഒരു പേരൻറ്റിന് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് മെഡാക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് എന്താണ്? തജിക്കിസ്ഥാൻ എന്നൊരു കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരും 2 മണിക്കൂർ, അതായത് ഡൽഹിയിൽ നിന്ന് വരും 2 മണിക്കൂർ മാത്രം ട്രാവലിംഗ് വരുന്ന ഒരു കൺട്രിയാണ്. അത്രയും ദൂരേ ഉള്ളൂ. അതെ അതെ. ഇന്ത്യയുടെ ടൈമുമായിട്ട് ഒരു ½ an hour മാത്രമേ അവിടെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള, വളരെ സ്നേഹനിധികളായിട്ടുള്ള ആൾക്കാരുള്ള ഒരു കൺട്രിയാണ്. അതെ, തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ആ കൺട്രിയിൽ വന്ന് ഇറങ്ങിയത് മുതൽ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നതും അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. സോ അങ്ങനത്തെ ഒരു കൺട്രി എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അവർക്ക് ഹിന്ദുസ്ഥാനി നമ്മളെ വിളിക്കുന്നത്. ഹിന്ദുസ്ഥാനീസിന് ഭയങ്കര താല്പര്യമാണ് അവർക്ക്. അവരെ സിറ്റി ആയാലും നല്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള നഗരമാണ്. തീർച്ചയായും ഒരു യൂറോപ്യൻ സ്റ്റൈലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. യൂറോപ്യൻ കൺട്രീസിൽ വരുന്നതല്ല, സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ് എങ്കിൽ പോലും ഒരു നമുക്ക് കാണുമ്പോൾ അതൊരു യൂറോപ്യൻ സ്റ്റൈലായിട്ടാണ് നമുക്ക് ആ കൺട്രി തോന്നുന്നത്. ഓക്കെ. അവിടെ ഒരു കോളേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രത്യേകതയാണുള്ളത്? തജിക്കിസ്ഥാനിൽ നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അത് അവിടുത്തെ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇന്ത്യയിൽ നമ്മൾ നാഷണൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ എയിംസ്, ജിപ്മർ ഒക്കെ പോലെയുള്ള തജിക്കിസ്ഥാൻ എന്ന കൺട്രിയുടെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. 1947 സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത്രയും വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണത്. സോ അവിടെ MBBS സ്റ്റുഡൻസ് അവിടെ പോയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്നത്. അവിടെ സംബന്ധിച്ചൊരു 19 ഡിപ്പാർട്ട്മെന്റ്സ് അവിടെയുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റാണ് മെഡിസിൻ. സോ വളരെ നല്ല രീതിയിൽ അവർ MBBS സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ NMC റൂൾസ് എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ദുഷാൻബെ എന്ന് പറഞ്ഞ സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഒരു 1.6 മില്യൺ പോപ്പുലേഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് നല്ല രീതിയിലുള്ള പേഷ്യൻ്റ് എക്സ്പ്ലോഷർ അവിടെ കിട്ടും. ഒരു 38 ഹോസ്പിറ്റൽസ് ആയിട്ട് ഈ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു 19 ഫാക്കൽറ്റീസിലായിട്ട് 114 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഒരു 120 ഏക്കേഴ്സിൽ വളർന്നു കിടക്കുന്ന ഒരു തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയാണിത്. അവിടുത്തെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി, ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് അവിടെയുള്ള. എത്ര ഡോക്ടേഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ? ഒരു 200-ന്റെ ഉള്ളിലായിട്ടുള്ള ഡോക്ടേഴ്സ് പ്രൊഫസറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ദുഷാൻബെ സിറ്റിയിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്കൊരു എയർപോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റേഴ്സിന്റെ ഉള്ളിൽ മാത്രമാണ് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നത്. ഒരുപാട് സ്റ്റുഡൻസ്, ഒരു വർഷം ഒരു 23,000 സ്റ്റുഡൻസോളം എൻറോൾ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട്. ദെൻ അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഇൻസൈഡ് തന്നെ ഒരു 300 ബെഡുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. സോ അവിടെയും ഈ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആയിട്ടുള്ള സിറ്റിയിലുള്ള 38 ഹോസ്പിറ്റൽസുമായിട്ട് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കെഡാവേഴ്സ് അവൈലബിൾ ആണ്. ഡ്രൈ കെഡാവർ, സ്പോട്ട് ഔട്ട് ബോഡിയൊക്കെ ഇവർക്ക് പഠിക്കാനായിട്ട് അവൈലബിൾ ആണ് അവിടുത്തെ സ്റ്റുഡൻസിന്. അല്ലാതെ മറ്റ് കൺട്രികളിൽ കൊടുക്കുന്നില്ലേ? മറ്റ് കൺട്രികളിൽ ചില കൺട്രീസിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി കൺട്രീസിൽ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ കെഡാവേഴ്സ് കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ അവർക്ക് സിമുലേഷൻ സെന്ററുകൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഡ്രൈ കഡാവറും സ്പോട്ട് ഔട്ട് ബോഡിയും ഒക്കെ അവർക്ക് അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്, സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ പോയിന്റ് ആണ്. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ കുട്ടികളെയൊക്കെ കൂടുതൽ, കാരണം കുട്ടികളെ സംബന്ധിച്ച് പുറത്ത് രാജ്യത്ത് പോവുക, അത് എക്സ്പ്ലോർ ചെയ്യുക, അവിടെ പഠിക്കുക എന്നുള്ളതായിരിക്കും കൂടുതൽ. ഇതിനേക്കാൾ ഉപരി മാതാപിതാക്കൾക്ക് എന്ത് ട്രസ്റ്റാണ് മെഡാക്ക് കൊടുക്കുന്നത്? നമ്മൾ ഒരു 14 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്നിട്ട് സ്റ്റുഡൻസിനെ പുറത്തോട്ട് വിദേശ രാജ്യങ്ങളിലോട്ട് പഠിക്കാൻ അയക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ നമ്മളെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ നമ്മൾ വിട്ട കുട്ടികളാണ്. ഇപ്പം 2024 മുന്നേ ആയിട്ട് നമ്മൾ വിട്ട ഒരുപാട് സ്റ്റുഡൻസിന്റെ റെഫറൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ടെസ്റ്റിമോണിയൽസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല 100% ഹോസ്പിറ്റാലിറ്റി ഉള്ള കൺട്രിയാണ് തജിക്കിസ്ഥാൻ. അവിടെ നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, വേദാന്ത എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ എന്തെങ്കിലും അസുഖം വന്നാലോ, അവർക്ക് കോളേജിൽ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലോ പോയിട്ട് ചികിത്സിക്കുന്നത്. ഇവൻ അവിടെ ഒരു മലയാളി കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്.
ഹോസ്പിറ്റലിൽ. അവിടെ ഫുള്ളി ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ തജിക്കിസ്ഥാനിലെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തജിക്കും റഷ്യനുമാണ്. പക്ഷേ അവിടെ സംബന്ധിച്ച് അവിടുത്തെ 90% ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാൻ പറ്റും. സോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അവിടെ വരുന്നില്ല. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും ക്ലാസ് എടുക്കുന്നതും എല്ലാം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഈ ഒരു ഭാഷയുടെ പ്രശ്നം അവിടെ വരുന്നില്ല. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ദുഷാൻബയിലും അല്ലെങ്കിൽ തജിക്കിസ്ഥാനിലും ജീവിക്കാൻ പറ്റുക. അപ്പം അത്ര വലിയൊരു ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൻ്റെ പോലെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രി അല്ല തജിക്കിസ്ഥാൻ. നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇപ്പം ഫുഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലും അവിടുത്തെ കടകളിലൊക്കെ അവൈലബിൾ ആണ്. നാട്ടിൽ കിട്ടുന്ന ഫുഡ്സ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അവിടെയുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് നാട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ടർക്കിഷ് ഫുഡ്സ് ആണ്. ഒരു അറബ് ടർക്കിഷ് ഒരു ടൈപ്പ് ഓഫ് ഫുഡ്സ് ആണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും സ്റ്റുഡൻസിന്. ഓക്കെ. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ഇവരുടെ ഹോസ്റ്റലിലെ ഫുഡ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോസ്റ്റലിൽ നിർത്തിയാൽ പോലും പേരൻസ് ഏറ്റവും കൂടുതൽ കൺസേൺ എന്ന് പറയുന്നത് ഫുഡിനെ കുറിച്ചായിരിക്കും. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ നമ്മളാണോ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേറ്റ് ഹോസ്റ്റലാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോസ്റ്റലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ സ്റ്റീം ബാത്ത് വരെയുണ്ട് ഹോസ്റ്റലിലൊക്കെ. ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള കിച്ചൺ ക്യാൻറ്റീൻസ് ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. ഇന്ത്യൻ മെസ് അവൈലബിൾ ആണ്. സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും കിട്ടുന്ന ഇന്ത്യൻ മെസ് അവിടെ അവൈലബിൾ ആണ്. സോ ഇവർക്ക് പേ ചെയ്തിട്ട് മെസ്സിൽ നിന്ന് 6 മന്ത് കൂടുമ്പോൾ പേ ചെയ്തിട്ട് ഇവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 5th ഇയർ വരെ മാത്രമേ ഫീസ് ഉള്ളൂ. 6th ഇയർ ഫ്രീ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അവർ 6 ഇയറും ഫീസ് വാങ്ങിക്കുന്നുണ്ട് ഇൻറ്റേൺഷിപ്പിനടക്കം. ഇവിടെ ഇൻറ്റേൺഷിപ്പിന് ഫീസ് ഇല്ലാത്തൊരു കൺട്രിയാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി. നമ്മൾ 1st ഇയർ മുതൽ 5th ഇയർ വരെയുള്ള ഫീസ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇയർലി വൈസ് അല്ലെങ്കിൽ സെം വൈസ് 6 മന്ത് കൂടുമ്പോഴാണ് അടയ്ക്കേണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് 1st ഇയർ തന്നെ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്താൽ മതി. 2nd ഇയർ മുതൽ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും ഫീസ് പേ ചെയ്താൽ മതി. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ വളരെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. തജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രീനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് സംസാരിച്ചാലും അവിടെയും ഇതേ രീതിയിൽ തന്നെയാണോ നമ്മുടെ സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ കൊണ്ട് ചെല്ലുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ ഹോസ്റ്റലിലൊക്കെ നമ്മൾ ഒരേ രീതിയിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർക്ക് 6 ഇയർ ഇവൻ എന്ത് കാര്യം വന്നാലും നമ്മളാണ് അവരുടെ ഗാർഡിയൻസ്. സോ 6 ഇയർ നമ്മൾ അവരുടെ എന്ത് കാര്യത്തിലും സോൾവ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ത്രൂ ഔട്ട് ഗാർഡിയൻഷിപ്പ് 6 ഇയർ ഗാർഡിയൻഷിപ്പ് ഷുവറായിട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ? കാരണം ഇന്ത്യയിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ രോഗികളുടെ മനോഭാവത്തിലുള്ള ഒരു വ്യത്യാസമൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പുറത്തുനിന്ന് പഠിച്ച് ഗ്രാജുവേറ്റ് ആയി വന്ന ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊന്നും ആരും ചോദിക്കുന്നില്ല ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്, ഏത് രാജ്യത്താണ് പഠിച്ചതെന്നും. സോ ഡോക്ടേഴ്സ് ഇവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PG ഇപ്പം UG ഇവിടെ പഠിച്ച് PGക്ക് പുറത്ത് പോകുന്ന ഡോക്ടേഴ്സും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. നമുക്ക് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അടിസ്ഥാനമില്ല ആക്ച്വലി. കാരണം NMCയുടെ റൂൾസ് അംഗീകരിച്ച കോളേജുകളാണെങ്കിൽ യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനും ഇന്ത്യയിൽ വന്നിട്ട് PG ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദേശത്ത് പോയിട്ട് MBBS കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു എക്സാം ഉണ്ട്. ഒന്നെങ്കിൽ FMG ഓർ നെക്സ്റ്റ്. ഈ എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമാണ് അവർ ഇന്ത്യയിൽ വാലിഡ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്റ്റേറ്റ് രജിസ്ട്രേഷൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇവർ കേരളത്തിലെ രജിസ്ട്രേഡ് ഡോക്ടറായിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോൾ ഈ എക്സാം അതായത് 6 വർഷം പുറത്ത് പഠിച്ചൊരു കുട്ടി തിരിച്ച് ഇവിടെ വന്ന് ഈ എക്സാം എഴുതി അതായത് സ്റ്റേറ്റിന്റെ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നാട്ടിലെ ഒരു MBBS ഡോക്ടറായിട്ട് മാറുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ കൺട്രീസിൽ ഓരോ ഡിഗ്രീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ജോർജിയയിലാണെങ്കിൽ
MD ഫിസിഷ്യനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ രീതിയിലാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യുക്രൈനിൽ കൊടുത്തുകൊണ്ടിരുന്നത് സ്പെഷ്യലിസ്റ്റ് ഡിപ്ലോമ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ പേരിലാണ്. സോ ഏത് കൺട്രിയിൽ പഠിച്ചാലും ഏത് സർട്ടിഫിക്കറ്റിൽ ഏത് പേരിലാണ് ഡിഗ്രി വരുന്നതെങ്കിലും ഇന്ത്യയിൽ രജിസ്റ്റേർഡ്, അതായത് ട്രാവൻകൂർ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ട്രാവൻകൂർ കൊച്ചിൻ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കാർഡിൽ നമുക്ക് ബ്രാക്കറ്റിൽ സെയിം ആസ് MBBS ഇൻ ഇന്ത്യ എന്നവർ ഈക്വൽ ടു MBBS എന്ന് പറയുന്ന ഒരു ഇതുണ്ടാകും, സർട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പൊ അതുകൂടി കഴിയുമ്പോഴാണ് ഈ ഒരു വിദ്യാർത്ഥി കംപ്ലീറ്റ് ഒരു MBBS കഴിഞ്ഞ ഒരു ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലോട്ടാവുന്നത്. ഇത് കൂടാതെ അവിടെ പഠിച്ച കുട്ടികൾക്ക് പ്ലാബ് അല്ലെങ്കിൽ UKMLE അറ്റൻഡ് ചെയ്ത് UK പോകാനും USMLE അറ്റൻഡ് ചെയ്തിട്ട് എക്സാം പാസ്സായി US പോകാൻ പറ്റും. AMC ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിംഗിന്റെ എക്സാം എഴുതാൻ പറ്റും. ഇതെല്ലാം അവർക്കുള്ള ഓപ്ഷൻ. ഏത് കൺട്രി ആണെങ്കിലും അതാത് കൺട്രിയുടെ എക്സാംസ് എഴുതിയിട്ട് വേണം അവിടെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ. ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്.